ടി ജി, ഈ ഹമാസ് ഇസ്രയേൽ യുദ്ധം തുടങ്ങിയിട്ട് കുറേ കാലമായി. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 7-ന് ഹമാസ് ചോദിച്ചു മേടിച്ചതാണ്. അങ്ങോട്ട് ആക്രമിച്ച് തുരങ്കമൊക്കെ ഉണ്ടാക്കി ചോദിച്ചു മേടിച്ചതാണ്. സാധാരണഗതിയിൽ CPM ഇങ്ങനെ ഇപ്പോൾ EMS ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വിശകലനം ചെയ്യുന്നൊരു രീതിയുണ്ട്. അതൊരു വർഗസമരമാണ്. കാരണം ധനികരാണ് ഇസ്രയേലുകാർ, മറ്റേവർ ദരിദ്രവാസികളാണ്, പ്രോലിറ്റേറിയറ്റാണ്. അല്ലെങ്കിൽ തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് ബേസിക്കലി പ്രോലിറ്റേറിയറ്റാണ്. അങ്ങനെ ഒരു റഷ്യൻ കാഴ്ചപ്പാട് പണ്ടുണ്ടായിരുന്നു. സുൽത്താൻ ഗലിയേവിനെ PBയിൽ എടുക്കുകയും പിന്നീട് പുള്ളി സ്വത്വം, നമ്മുടെ KN കുഞ്ഞഹമ്മദിനെ പോലെ സ്വത്വവാദം ഉന്നയിച്ചപ്പോൾ സ്റ്റാലിൻ അയാളെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ളൊരു പണ്ടാണെങ്കിൽ മാപ്പിളകളുടെ കാലത്ത് ആദ്യം അഭിനയ് മുഖർജി ഇത് വർഗസമരമാണെന്ന് പറഞ്ഞിട്ട് ലെനിൻ എഴുതി കൊടുത്തു. ലെനിൻ അങ്ങയുടെ സൈദ്ധാന്തികൻ ബുക്കാറിന് കൊടുത്തു. അത് കഴിഞ്ഞ് അന്നത്തെ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചു. സൗമ്യേന്ദ്രനാഥ് ടാഗോർ മലബാറിൽ വന്നു, ഇത് വർഗസമരമാണെന്ന് പറഞ്ഞു. EMS ആഹ്വാനവും താക്കീതെന്ന് പറഞ്ഞ് എഴുതി. ഇത് വാര്യൻ കുന്നൻ വലിയ ഗറില്ല യോദ്ധാവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഈ ഹമാസ് ഇസ്രയേൽ യുദ്ധം വർഗസമരമാണെന്ന് ഇതുവരെ പറയാത്തത്? നമ്മൾ ഇത്രയും നാളും കാത്തതല്ലേ? എനിക്ക് തോന്നുന്നത് അത് രണ്ടുപേര് പറഞ്ഞു എന്നാണ്, MA ബേബിയും P രാജീവും. അവർ പറയുന്നത് സാധാരണ നമുക്ക് മനസ്സിലാവാറില്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവാതെ പോയി. എവിടെയോ ഈ പരാമർശം ഞാൻ കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവരൊരു ധർമ്മസങ്കടമുണ്ട്. ഇവർ ഈ കളിയെല്ലാം കളിച്ചിട്ട് അവസാനം ഇപ്പോൾ ഭാരതത്തിൽ നിൽക്കുന്നത് തെക്കേ അറ്റത്ത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയായിട്ടാണ്. ആ മന്ത്രിസഭ ഈ LDFലൊരു കോൺഗ്രസ് ഉണ്ട്, അത് സാറിന് അറിയില്ല. കടന്നപ്പള്ളി രാമേന്ദ്രനൊരു കോൺഗ്രസ്. കോൺഗ്രസിനെ ചേർത്താണ് സാങ്കേതികമായിട്ട് ഇപ്പോഴും ഇവരുടെ മുന്നണി തന്നെ മുന്നോട്ട് പോകുന്നത്. ചെറിയൊരു കോൺഗ്രസിൻ്റെ ഒരു കറിയിൽ ഉപ്പ് പോലെ ഇട്ടിട്ടാണ് പോകുന്നത്. ആ ഗതികേടിൽ എത്തിയതെങ്ങനെ? ഈ ജാതി കഥകൾ കൊണ്ടാണ്. ഇപ്പോൾ EMS ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ സാറി പറഞ്ഞ പോലത്തെ ലേഖനങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പണ്ട് MP നാരായണപിള്ള പറഞ്ഞിരുന്നു, ഈ ജവഹർലാൽ നെഹ്റുവിന് ശേഷം പുസ്തകം വായിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല. കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ മുഴുവൻ EMSനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതായിരുന്നു നാരായണപിള്ളയുടെ കമൻറ്റ്. കറക്റ്റാണ്. ഈ EMSന് ശേഷം ഗോവിന്ദപിള്ള ഒരു ഡിസ്റ്റൻറ്റ് ഇമിറ്റേഷൻ പോലെ കുറേയൊക്കെ എഴുതിക്കൊണ്ടിരുന്നു. ബട്ട് അത്രയൊന്നും ക്ലച്ച് പിടിച്ചില്ല. അതിനുശേഷം ഈ വക എഴുത്തുകൾ സംഗതികളൊന്നും ഇല്ല. ആ സമയത്ത് ഞാൻ ഒരു ദിവസം AK സെൻറ്ററിൽ കയറി ചെന്നു രാവിലെ. അപ്പോൾ പിണറായി വിജയൻ കണ്ടു. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പിലിരുന്ന് ഞാൻ ചോദിച്ചപ്പോൾ EMS പോയ സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് ആ സൈദ്ധാന്തിക കാര്യങ്ങളൊക്കെ ചെയ്യാൻ? ഞങ്ങളെല്ലാവരും കൂടി അത് കൂട്ടായിട്ട് ചെയ്യും എന്ന് പറഞ്ഞു അദ്ദേഹം. കൂട്ടായിട്ട് ചെയ്യുക, അത് EMSൻ്റെ ഒരു ഇതാണ്. കൂട്ടായിട്ട് ചരിത്രം എഴുതണം. കേരള ചരിത്രം എഴുതാനായിട്ട് പ്രൊഫസർ A ശ്രീധരമേനോനെ ഏൽപ്പിച്ചു. അദ്ദേഹം വളരെ വേഗം എഴുതുന്ന മനുഷ്യനാണ്. പെൻസിലും ഉണ്ടായെഴുതുക. ശ്രീധരമേനോനെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി കണ്ടു, കവടിയാറിൽ. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം മേനോൻ സാറിനോട് പറഞ്ഞു. സാറേ, എൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ മഹത്വം അത് മഹാരാജാവിന്, പുന്നപ്പുറ വയലാർ വെടിവെപ്പിൻ്റെ കുറ്റം അത് CP രാമസ്വാമിയാണ്. അപ്പോഴും രാജാവുണ്ട്, പക്ഷെ കുറ്റം രാജാവിൻ്റെ തല CP രാമസ്വാമിയാണ്. ഇതാണ് യഥാർത്ഥ ഇരട്ടത്താപ്പ് എന്ന് എന്നെ അച്ഛൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. സാറെന്ത് പറയും? പുള്ളി എടോ, തൻ്റെ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അത് എഴുതാം. വിത്തിൻ 3 വീക്സ് അദ്ദേഹത്തിൻ്റെ പുസ്തകം റെഡി. അതിൻ്റെ കോർ മാറ്റർ ഇതാണ്, എൻ്റെ അച്ഛൻ പറഞ്ഞ ഈ ഇരട്ടത്താപ്പാണ്. ബട്ട് അതർവൈസ് അതിപ്പോൾ പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് സോഴ്സ് മെറ്റീരിയൽ ഇതൊക്കെ പറഞ്ഞിട്ട് 3 ആഴ്ചയ്ക്ക് പുസ്തകം റെഡിയായി DC ബുക്സ് വഴി പ്രസിദ്ധീകരിക്കുന്നു. അതായിരുന്നു ശ്രീധരൻ എന്നോട് പറഞ്ഞു, കൂട്ടായിട്ട് ചരിത്രം എഴുതണം. ശ്രീധരൻ എന്നൊരു രാജി എഴുതി അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പത്രപ്രസ്താവന, അന്ന് TV ഇല്ലല്ലോ, പത്രപ്രസ്താവന കൊടുത്തു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ആൾക്കൂട്ടത്തെ വിളിച്ച് ചരിത്രം EMS എഴുതിയാൽ മതി, എന്നെ ഏൽപ്പിക്കേണ്ടത്. ചരിത്രം തലയ്ക്ക് വെളിവുള്ളവനെ ഒറ്റയ്ക്കിരുന്ന് എഴുതുന്നതാണ്, അല്ല പൊതുയോഗം കൂടിയിട്ട് ചരിത്രം എഴുതാൻ പറ്റില്ല. ഹി റിസൈൻഡ്.
ഇന്നത്തെ ചരിത്രകാരന്മാർക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. ശ്രീധരമേനോൻ അതിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ ഞങ്ങൾ കൂട്ടായിട്ടത് ചെയ്യാൻ ശ്രമിച്ച് ഇപ്പോൾ എന്തൊക്കെയോ കാളമൂത്രം പോലെ ചില ലേഖനങ്ങളൊക്കെ വരാറുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി ആരെ ഇത് എഴുതുന്നു അറിഞ്ഞുകൂടാ. ബട്ട് സമ്മൺ ഈസ് റൈറ്റിംഗ് ബട്ട് ഓഫ് നോ ആ ഒരു സ്റ്റേച്ചറുള്ള ആൾക്കാരില്ലല്ലോ. അവരുടെ കുറ്റമല്ല, രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ സ്റ്റേച്ചറുള്ളവരെ പുറത്താക്കി ഇങ്ങനെ ക്ഷീണിച്ച് മെലിഞ്ഞു വരികയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടികൾക്കും ഈ ഒരു അപജയം സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഹമാസിൻ്റെ കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. പ്രായോഗിക ദൃഷ്ടിയിൽ ഇവർ നോക്കുമ്പോൾ ഹമാസുമായിട്ടുള്ള കൂട്ട് കേരളത്തിൽ നമുക്ക് നഷ്ടമായോ എന്നൊരു സംശയമുണ്ട്. ഹമാസിന് വേണ്ടിയിട്ട് ഒരുപാട് പാലസ്തീൻ അനുകൂല റാലിയും മുദ്രാവാക്യം പരിപാടിയൊക്കെ പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ജയ് ഹിന്ദ് മുസ്ലിം ഉണ്ടാക്കിയതാണ്. ശരിക്ക് മറ്റേ രാമൻപിള്ള നമ്മുടെ ജയ് ഹിന്ദ് ആദ്യം അദ്ദേഹമാണ് റേഡിയോ പ്രക്ഷേപണ പ്രസംഗത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞാണ് ജയ് ഹിന്ദ് എന്ന്. അതുപോലെ ഭാരത് മാതാ കി ജയ് എന്നുള്ള ഒരു മുസ്ലിം ഉണ്ടാക്കിയതാണ്. ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ അസംബന്ധമൊക്കെ പിണറായി വിജയൻ പറഞ്ഞ സമയത്ത് ഈ ഹമാസ് ഇസ്രയേൽ യുദ്ധം വർഗസമരമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ മുസ്ലിം വോട്ട് കിട്ടിയേനെ. മുസ്ലിം വോട്ട് കിട്ടണമെന്നില്ല സാർ. കാരണം ഈ തീവ്ര ഇസ്ലാം അവരാണല്ലോ ഹമാസ്. അവർക്ക് ഈ വർഗസമര വിശകലനമൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർക്ക് അവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, അവരുടെ ശത്രുവിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഈ രണ്ട് കാര്യമാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഈ പ്രിൻസിപ്പിൾ തുറന്നു പറഞ്ഞ ഏക മനുഷ്യൻ വി.പി. സിംഗാണ്. വി.പി. സിംഗ് BJPയുടെ പിന്തുണയോടെ, BJP ലെഫ്റ്റും ചേർന്നാണ് വി.പി. സിംഗിനെ പിന്തുണച്ച് മന്ത്രിസഭ പ്രധാനമന്ത്രിയാണ്. വി.പി. സിംഗ് ബോംബെയിൽ പോകുന്നു ശിവസേന നേതാവ് ബാൽ ഠാക്കറെ കാണാൻ. കൂടെ പോകുന്നത് അരുൺ ജെയ്റ്റ്ലി. ബോംബെയിൽ പോകുന്നതിൻ്റെ തലേ ദിവസം വി.പി. സിംഗ് ഡൽഹിയിൽ ശിവസേനയെ വിമർശിച്ചൊരു പ്രസ്താവന ഇറക്കുന്നു. അരുൺ ജെയ്റ്റ്ലി വണ്ടിയെടുത്ത് വി.പി. സിംഗിൻ്റെ വീട്ടിൽ പോയി ക്ഷുഭിതനായിട്ട്, നാളെ ആ കാർന്നവരെ പോയി കാണാനുള്ളത്, ഇന്ന് നിങ്ങൾ അങ്ങനെ വിമർശിച്ച് പ്രസ്താവന ഇറക്കുന്ന എന്ത് മര്യാദയാണ്? വി.പി. സിംഗ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ RSSകാർക്ക് സെക്യുലറിസം മനസ്സിലാവില്ല, ജീവിതത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഞാൻ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഠാക്കറെ പോയി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എത്ര ഹിന്ദു വോട്ട് കിട്ടും? അതിലിരട്ടി മുസ്ലിം വോട്ട് എനിക്ക് ഇപ്പുറത്ത് നിന്ന് കിട്ടും ഈ പ്രസ്താവന കൊണ്ട്. അതേസമയം ഠാക്കറയുമായിട്ട് നല്ല റിലേഷനുമാകും. മുസ്ലിങ്ങളുടെ ആവശ്യം എന്താ? അരുൺ ജെയ്റ്റ്ലി അരുൺ എന്നാണ് വിളിക്കുന്നത്. അരുൺ മുസ്ലിങ്ങളുടെ ആവശ്യം എന്താ? അവർക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുക്കണ്ട, ഗ്യാസ് കൊടുക്കണ്ട, കക്കൂസ് വേണ്ട, ഒന്നും വേണ്ട. അവരുടെ ശത്രു നിങ്ങളുടെ ശത്രുവാണ്. ഇതാണ് അവർ നോക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങളുടെ ശത്രുവാണ് മഹാരാഷ്ട്രയിൽ ശിവസേന. ആ ശിവസേനയെ ഞാൻ ചീത്ത പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഹാപ്പിയായി. അവർക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യണ, 10 പൈസ കൊടുക്കണ്ട നിങ്ങൾക്ക്. ഞാൻ ശിവസേനയെ ചീത്ത പറയണം, RSSനെ ചീത്ത പറയണം, ഹാപ്പി ഇറെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാറ് കണ്ടില്ലേ, മുസ്ലിങ്ങളെല്ലാം കൂടെ കോൺഗ്രസ്സിന്, സമാജ്വാദി പാർട്ടിക്ക് ഇവർക്കൊക്കെ വോട്ട് ചെയ്തു. ഇവർ ചെയ്തത് എന്താ? ഇവർ RSSനെയും സാവർക്കറിനെയും അയാളിലേക്ക് ചീത്ത പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ല. സത്യമാണ് ഈ വി.പി. സിംഗിനെ പറ്റി പറഞ്ഞത്. വി.പി. സിംഗിൻ്റെ കൂടെ ഞാൻ ഒരിക്കൽ ഡൽഹിയിൽ നിന്ന് രാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി, പടിഞ്ഞാറൻ UP. രാംപൂർ നവാബിൻ്റെ വീട്ടിലായിരുന്നു അത്താഴമൊക്കെ. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അങ്ങേരെ അല്ലാമ ഇക്ബാൽ, മറ്റേ ഷാജഹാൻ താജ്മഹൽ പണിത്, ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാക്കുന്നൊരു പ്രസംഗം. അവിടുന്ന് ഇവിടുന്ന് കവിതയൊക്കെ കോട്ട് ചെയ്തിട്ടേ മുസ്ലിങ്ങളെ ശരിക്ക് പുകഴ്ത്തുന്ന ഈ പറഞ്ഞ പോലെ ഒരു പ്രസംഗം. അത് കഴിഞ്ഞ് ഈ രഥം എന്ന് പറയുന്ന ബസ്, അതിലാണ് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ആ പ്രസംഗം ഗംഭീരമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അതിനെന്നെ അഭിനന്ദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എല്ലായിടത്തും ഇനി ഇത് തന്നെയാണ് പ്രസംഗിക്കാൻ പോകുന്നത്. അപ്പോൾ പക്ഷേ പിണറായി വിജയൻ്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് ഇതില്ല. കാരണം ഹിന്ദു വോട്ടുകൾ ഒരുപാട് പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ മുതൽ ഗോവിന്ദൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വരുന്ന വാർത്ത, നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കണം, അമ്പലങ്ങൾ വിട്ടുകൊടുക്കരുത്. അമ്പലത്തിൽ നിന്ന് ഇയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറെ കൂടെ വോട്ട് കിട്ടും. അമ്പലത്തിൽ കയറും തോറും വോട്ട് നഷ്ടപ്പെടും. കാരണം അമ്പലത്തിൽ കയറി എന്താ ചെയ്യേണ്ടതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഈ ചില അവര് BJPയുടെ മാർഗത്തിലാണ്, RSSന്റെ മാർഗത്തിലാണെന്നല്ലേ വരുള്ളൂ. ഈഴവരാണെങ്കിൽ വിട്ടുപോവുകയും ചെയ്തു. ഇന്നലെ വെള്ളാപ്പള്ളി ചോദിച്ചു, നിങ്ങൾ എന്നെയും എൻ്റെ ഭാര്യയും പറയുന്നുണ്ടല്ലോ ഈഴവ വോട്ട് നഷ്ടപ്പെടുത്തിയെന്ന്. അപ്പോൾ ആ ടീച്ചർ
മറ്റേ മലബാറിൽ തോറ്റ എന്തുകൊണ്ടാണ്, തീയന്മാരെന്തുകൊണ്ട് വിട്ടുപോയി? അതിന് ഉത്തരം പറ ഗോവിന്ദാന്ന് പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ ഈ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനും ഒരു ചേർത്തലക്കാരനല്ല ഒന്ന് ഓർത്തിട്ട് രോമാഞ്ചം വരുന്നത് വെള്ളാപ്പള്ളി ചില പ്രസ്താവനകളൊക്കെ. കടപ്പുറത്ത് കാള കുത്തിയതിന് അമ്മയെ തല്ലരുത് തല്ലരുതെന്ന് പറഞ്ഞു. അതെ, അതെന്തൊരു പ്രയോഗമാണ്. അതെന്നാ ഉഗ്രം പ്രയോഗമായിരുന്നു. അപ്പോൾ കടപ്പുറം എവിടെ കിടക്കുന്നു, കുത്തിയതാര് കാള. ഇയാൾ അതിലിടപെടാൻ തൻ്റെ ഇടമൊന്നുമില്ല. നേരെ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ നിർത്തത് അമ്മയെ തല്ലി. അപ്പോൾ അവിടെ ഇപ്പോൾ ആളും പക്ഷം അമ്മയെ തല്ലിയ 2 പക്ഷം, ഇയാളുടെ പക്ഷത്തും കുറച്ച് ആളായി, അങ്ങനെ ഹീറോ ആകുകയാണ്. ഇതാണ് ആ കാർന്നവർ പറഞ്ഞതിൻ്റെ അർത്ഥം. വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഉദാഹരണമാണ്. പക്ഷെ കേരളത്തിൽ മാപ്പിളലേള വർഗസമരാണെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് സന്തോഷം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ ഒരു നിലപാട്. അങ്ങനെയാണെങ്കിൽ ഈ ഹമാസിൻ്റെയും ഇസ്രയേലിൻ്റെയും കാര്യത്തിൽ അത് പറയാമല്ലോ. സാർ ഈ ആവശ്യത്തിൽ കവിഞ്ഞ് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ ഏർപ്പാടൊന്നും ഹമാസിനില്ല. ഹമാസ് ദോസ് ഹു ആർ വിത്ത് us, അങ്ങനെ those who are ഞാൻ against പറയുന്നതല്ല, അവര് പറയണമെന്ന് ഞാൻ പറയാം. മാർക്സിസ്റ്റ് പാർട്ടി അവരത് പറയില്ല സാർ. കാരണം അത് പറഞ്ഞാലൊന്നും ഇയാളെ കൂടെ കിട്ടില്ല. ഇയാളെ കൂടെ കിട്ടണമെങ്കിൽ ഇയാളുടെ ശത്രുവിന് ഇസ്രായേലിനെ ചീത്ത പറയണം. അപ്പോൾ ഹമാസ് ഹാപ്പിയാവും. അതാണ് അവർ ഇസ്രായേലിൽ മരിച്ചുപോയ ഒരു നേഴ്സിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട മാണി സി കാപ്പനെ വഴിനീളം ഓടിച്ച് തല്ലിപ്പുള്ളി കർത്താവിനെ വിളിച്ചിട്ട് രക്ഷ കിട്ടിയില്ല. പോസ്റ്റ് പിൻവലിച്ചു. പിണറായി വിജയനിട്ട പോസ്റ്റ് പിൻവലിച്ചല്ല അന്ന് സകലമാന മനുഷ്യർ. കാരണം ഇസ്രായേൽ അനുകൂല പോസ്റ്റായിട്ടാണ് അത് കണക്ക് കൂട്ടുന്നത്. ഹമാസിൻ്റെ ബോംബിട്ടപ്പോൾ മരിച്ചുപോയ മലയാളി നേഴ്സിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും ഇവിടെ പാടില്ല. അവരോട് അപ്പോഴും ശത്രുതയായിരിക്കണം. ചത്താലും തീരാത്ത ശത്രുത. മാത്രമല്ല ഇസ്രായേൽ സമം ക്രിസ്ത്യാനി എന്നൊരു അതെങ്ങനെ വന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഹിസ്റ്റോറിക്കൽ റീസൺസ് കാണും അതിൽ. ബട്ട് ഇസ്രായേൽ സമം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ വന്നു. അപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഹമാസിനെ തൊട്ടപ്പുറത്താണല്ലോ. ആ അപ്പോൾ ഈ വക കോംപ്ലക്സിറ്റീസാണ് മാർക്സിസ്റ്റ് പാർട്ടി. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദു വോട്ട് പോകും, ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് കിട്ടുകയുമില്ല. ഈ ഒരു വാദനം. ഈ ഇറാൻ ഹമാസിനെ സഹായിക്കുക, ഈ ഹൂത്തികളെ സഹായിക്കുക, മറ്റേ ഹിസ്ബുള്ളയെ സഹായിക്കുക, ലെബനൻ, അതുങ്ങളൊക്കെ സുന്നികളാണ്. അപ്പോൾ ഈ ഇറാൻ്റെ ഒരു തന്ത്രം, എൻ്റെ വേറൊരു സംശയം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇറാൻ ഈ സുന്നികളെ സഹായിച്ചിട്ട് ഇസ്രയേലിനെതിരെ ഇറക്കി വിടുന്നുണ്ടല്ലോ. ഷിയ രാജ്യമാണ് ഇറാൻ. ഈ സുന്നികൾ ഇസ്രയേലിനോട് പോരാടി ചത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? കുറച്ചുണ്ട്. അതുകൊണ്ട് ആ ഒരു കുശുമ്പുണ്ട് അതിൽ. കാരണം അതിൽ നിന്ന് നമ്മൾ മുതലെടുത്തിട്ടുണ്ട്, ഇന്ത്യ മുതലെടുത്തിട്ടുണ്ട്. മോദി ഈ ഇടനാഴികളിൽ പല സംസാരം ഉണ്ടാകുമല്ലോ, അതിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഞാൻ. മോദി ഈ കാർഡ് ഇറാൻ്റെ അടുത്ത് കളിച്ചു. മോദി ഈ ചാബഹാർ തുറമുഖം അങ്ങനെ ഇറാൻ നമുക്ക് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു അടുത്ത 10 വർഷത്തേക്ക് 20 വർഷത്തേക്ക് മറ്റും. മോദി പറഞ്ഞു, അതേ ഞാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതോ ഒന്നും നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവന്മാരെല്ലാം സുന്നിയാണ്. എന്തിനാണ് ചേട്ടനൊരു പരിധി കഴിഞ്ഞ് അതിനകത്ത് പോയി തലവയ്ക്കുന്നത്? ഇടയ്ക്കൊക്കെ ഒന്ന് ആരാന്നൊക്കെ ഒന്ന് ചോദിക്കണം. കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ചേട്ടൻ്റെ തലയിൽ വരും. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഇറാന് ഇസ്രായേലിനൊപ്പം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല വാർഫെയറിൽ. ഇപ്പോൾ ടെക്നോളജി മാറിയല്ലോ. ഇപ്പോൾ ഇറാൻ ആണവശക്തിയാണെന്നൊക്കെ ക്ലെയിം ചെയ്യുന്നതല്ലാതെ ഇസ്രായേൽ ആരും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ കുറഞ്ഞത് 25 ആണവായുധങ്ങളെങ്കിലും ഇസ്രായേലിലെല്ലാം ഉണ്ടെന്നാണ് വെപ്പ്. അപ്പോൾ ചേട്ടൻ അതിനൊന്നും പോവാതെ ഈ സുന്നി ഷിയ തർക്കത്തിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. എനിക്കെൻ്റെ തുറമുഖം സംഗതി നമ്മുടെ കച്ചവടം. അയാൾ നോക്കിയപ്പോൾ ശരിയാണ്, സുന്നികൾ തല്ലുകൊള്ളുന്നതിന് ഞാനെന്തിനാ പോയി അതിൽ തലവയ്ക്കുക? എന്നിട്ട് അതിൽ നിന്ന് മറ്റവന് ഖത്തറിന് ഇന്ത്യയോട് ദേഷ്യമുണ്ട്, അതുകൊണ്ട് ഞാനും ദേഷ്യം. ഖത്തർ സുന്നിയല്ലേ, അവനോട് പോകാൻ പറ. അവൻ്റെ ശത്രു എൻ്റെ മിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാനെ നമ്മൾ മാനേജ് ചെയ്തു. കാരണം നമുക്ക് ഇതിനകത്ത് അവൻ ജയിച്ചാലും ഇവൻ ജയിച്ചാലും നമുക്ക് യാതൊരു സ്റ്റേക്കുമില്ല. നമ്മളെന്തിനാണ് തലവയ്ക്കുന്നത്? അതുകൊണ്ട് പാലസ്തീൻ്റെ ഒരു പ്രമേയം വന്നു, മോദി അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന്. വേറൊരു പ്രമേയം വന്നു, ന്യൂട്രൽ ആബ്സെൻ്റ് ആയാൽ മതി, അബ്സ്റ്റൻഷൻ അതിൻ്റെ ലിസ്റ്റിൽ. ഇപ്പുറത്തൂടെ ഇസ്രായേലിന് ആയുധം വേണമെന്ന് പറഞ്ഞു. 2 കപ്പലിൽ അതും കയറ്റി വിടും. 1 അല്ല 2 കപ്പലിൽ നാം വിളിച്ചു.
അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ താല്പര്യം സംരക്ഷിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പാലസ്തീൻ ആയാലും ശരി, ഇസ്രായേൽ ആയാലും ശരി, അവരെയാണെങ്കിൽ വലിയ സന്തോഷം. വർഷം 3000 കോടി രൂപ ഹമാസിന് കിട്ടും. അതിൻ്റെ നേതാക്കളൊക്കെ വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ബംഗ്ലാവുകളൊക്കെ ജീവിക്കും. ഇടയ്ക്ക് ഇസ്രായേലിനെതിരെ അപ്പോൾ മുതലാളി അനുസരിക്കണമല്ലോ, ഇറാനെ അനുസരിക്കണം. ഇടയ്ക്ക് അപ്പുറത്ത് ബോംബിടുമ്പോൾ ഇവിടെ ഇപ്പം 39,000 പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. അതൊരു 45-50 വരെയൊക്കെ പോയി എന്ന് വരും. അപ്പോഴേ ഈ യുദ്ധം തീരുള്ളൂ. അപ്പോൾ നെതന്യാഹു പറഞ്ഞല്ലോ, ഒരു 7 മാസം മുതൽ 12 മാസം വരെ എടുക്കാം. ഈ 2048 ആകുമ്പോൾ അവിടെ പലസ്തീൻ ഉണ്ടാവുകയില്ല. അല്ല, വെറുതെ ഇല്ലാത്ത ചൊറിച്ചിലുണ്ടാക്കിയിട്ട് സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലെ വാങ്ങിച്ച് കൂട്ടിയതാണ്. ബട്ട് അതിന് അന്താരാഷ്ട്ര പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ ചെറിയ ചൊറിച്ചിലുകാർ ഇവന്മാരെ എപ്പോൾ തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹൂത്തിയെ അടിച്ച് വശം കെടുത്തിയിട്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ കാണിച്ചു തരാടാ, നിലത്ത് കിടക്കുക, കാണിച്ചു തരാടാ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹൂത്തി നിൽക്കുന്നത്. ഹിസ്ബുള്ളയും അതുപോലെ തന്നെ. ഹിസ്ബുള്ള ഒരു തവണ ചൊറിഞ്ഞു, 2 തവണ ചൊറിഞ്ഞു, 3ാമത്തെ തവണ തിരിച്ചൊരു അടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ അണ്ടം കയറിപ്പോയി. ഇറാനെ അതുപോലെ ഓടിച്ചിട്ട് തല്ലി. ഇറാൻ്റെ ആൾക്കാർ അവിടെ എന്തോ ഡമാസ്കസിലെ എംബസിക്കടുത്ത് ഒരു ബിൽഡിങ്ങിൽ താമസിച്ച് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു. ആദ്യം ഇസ്രായേൽ ഒരു മെസ്സേജ് കൊടുത്തു, നിങ്ങൾക്ക് ഇതിൽ കാര്യമില്ല, നിങ്ങൾ വളരെ ദൂരെ കിടക്കുന്ന ആൾക്കാരാണ്, വൃത്തികളുണ്ടാക്കരുതെന്ന് പറഞ്ഞു. അല്ലല്ല, അത് ഞങ്ങളുടെ എംബസി ഉദ്യോഗസ്ഥരല്ല. എന്ത് തേങ്ങ എംബസി? ഒറ്റ ബോംബിട്ടത് 4 ജനറൽ ഫിനിഷ്. ഇറാൻ ഒരു മിസൈല് ശൂന്യാകാശത്ത് കൂടെ ഇസ്രായേലിന് നേർക്ക്, ശൂന്യാകാശത്ത് വെച്ച് തന്നെ ആ മിസൈൽ അങ്ങ് തീർത്തു ഇസ്രായേൽ. ഇറാൻ പറയുകയാണ്, ഇനി ഞങ്ങൾ ഫർദർ യുദ്ധമൊന്നുമില്ല, തീർന്നു. ഈ പ്രതികാരം ശൂന്യാകാശത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തീർന്നു. മരിച്ചുപോയ ശൂന്യാകാശത്ത് കൂടി വരുന്ന മിസൈല് വലിയ വിലയാണ്, വലിയ വിലയാണ്. അപ്പോൾ പക്ഷേ ഇറാൻ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യേണ്ട കാര്യവുമില്ല. കാരണം ഈ ഇറാനിൽ നിന്ന് അവിടെ പോയ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത് ഇവന് പെർമിഷൻ ഉണ്ടോയെന്ന് ദൈവത്തിന് അറിയാം. ഓരോരുത്തരും ഓരോ അവനവന് തോന്നിയത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ലെബനൻ്റെ ഒഫീഷ്യൽ സേനയൊന്നുമല്ല. ഇവിടുത്തെ പല മുസ്ലിങ്ങളും അങ്ങനെ ധരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ ലെബനീസ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും അവിടുത്തെ ഒരു റൗഡി സംഘം. അതിന് ഈ ഹമാസ് പലസ്തീൻ്റെയും ഔദ്യോഗിക അല്ല. ഹൂത്തി ആരാ? യമനിലെ കുറേ തെമ്മാടിക്കൂട്ടം, ഇതാണ് ഹൂത്തി. ഇതൊക്കെ എന്തോ വലിയ സംഘടനകളാണ്, രജിസ്ട്രേഷനുണ്ട്, ഭരണഘടനയും സുപ്രീം കോടതിയൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചത്. തെമ്മാടിക്കൂട്ടങ്ങളാണ്, വെറും റൗഡി സംഘങ്ങളാണ്. നല്ല അടി കിട്ടിക്കഴിഞ്ഞാൽ ഒതുങ്ങിക്കോളും. അതാണ് അവസ്ഥ. ഏതായാലും പിണറായി വിജയന് ഈ സാർ പറഞ്ഞ ഈ കാര്യം ചെയ്യാൻ പറ്റില്ല. വർഗപരമായ കൂട്ടമായതുകൊണ്ടാണോ ഈ വർഗസമരം അല്ല എന്ന് പറയാൻ മടിച്ചത്? അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കേരളത്തിലെ അധികാരവും നിന്ന് കിട്ടാനായിട്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ ഈ വർഗസമരം അനാലിസിസ് സാർ ഈ പറയുന്നത് അത്രയും കഠിനമായ ജോലിയൊന്നും അവരെ ഏൽപ്പിക്കരുത്. എന്തെങ്കിലും ചുളിവിൽ വോട്ട് കിട്ടുന്ന പണിയുണ്ടെങ്കിൽ പറഞ്ഞാൽ അവർ ചെയ്യും. ഇപ്പം അവർ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ചെയ്താൽ ഉള്ള ഹിന്ദു വോട്ട് കൂടെ പോകും, ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഉള്ള മുസ്ലിം വോട്ടും പോകും. അങ്ങനത്തെ അവസ്ഥയാണ്. ഡു ഇഫ് യു ഡാംഡ് ഇഫ് യു ഡു, ഡാംഡ് ഇഫ് യു നോട്ട് എന്ന് പറയൂല ഇംഗ്ലീഷ്. ആ അവസ്ഥയാണ് പിണറായി വിജയൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.